ഹായ്, നമസ്കാരം. ഞങ്ങളിപ്പോൾ സിംഗപ്പൂരാണുള്ളത്. എന്നോടൊപ്പം ഉള്ളത് ഈ വർഷം, അതായത് ആഗസ്റ്റ് ഇൻടേക്കിലേക്ക് നമ്മുടെ ഗവൺമെന്റ് കോളേജിൽ സ്കോളർഷിപ്പോട് കൂടി, പ്രത്യേകം ഞാൻ എടുത്തു പറയുകയാണ്, സ്കോളർഷിപ്പോട് കൂടി അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള മിടുക്കരായിട്ടുള്ള കുറച്ച് കുട്ടികളോടൊപ്പമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് ഇവരോട് എക്സ്പീരിയൻസ് ചോദിക്കാം. എങ്ങനെയാണ് ഇവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കാൻ സാഹചര്യമായത്? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പലർക്കും ഒത്തിരി പേർക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിച്ചിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ മിടുക്കർക്ക് ഗവൺമെന്റ്, സിംഗപ്പൂർ ഗവൺമെന്റ് ഇവർക്ക് സ്കോളർഷിപ്പ് കൊടുത്തിരിക്കുകയാണ്. അപ്പം എങ്ങനെയാണ് ഇവർ അപേക്ഷിച്ചത്, അല്ലെങ്കിൽ അതിനുശേഷം അവിടുന്ന് അവരുടെ യാത്ര, അത് ഞങ്ങളുടെ ഒരു സിംഗപ്പൂർ കമ്പനി ഉണ്ട്. ഈ കമ്പനി ത്രൂ ആണ് ഇവർ വന്നിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സുകളാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്, അവരുടെ അവിടുന്നുള്ള യാത്ര തൊട്ട് എനിക്ക് മനസ്സിലാക്കിയാൽ കഴിഞ്ഞിടത്തോളം അവരുടെ അവരുടെ സ്കോളർഷിപ്പിനുള്ള കാര്യങ്ങൾ, അതിനുശേഷമുള്ള അഡ്മിഷന്റെ കാര്യങ്ങൾ, അതിനുശേഷം അവിടുന്ന് അവര് കയറി ഇങ്ങോട്ട് വരുമ്പോൾ അവരുടെ എയർ ടിക്കറ്റ്, അവരുടെ എയർപോർട്ട് പിക്കപ്പ് മുതൽ അവരുടെ അക്കോമഡേഷൻ മുതൽ എല്ലാവിധ കാര്യങ്ങളും നമ്മുടെ സിംഗപ്പൂരിലുള്ള കമ്പനിക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ കുട്ടികളുടെ അടുത്തൊരു 3 വർഷത്തിന്റെ ജേർണിയും ഞങ്ങളോട് ഒപ്പം തന്നെയാണ്. എല്ലാ കാര്യത്തിനും ഇവരുടെ ഒരു ലോക്കൽ ഗാർഡിയൻ പോലെ നമ്മളിവിടെ ഉണ്ടാവും. നമുക്ക് ഈ കുട്ടികളോട് ജസ്റ്റ് ഒന്ന് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ളത്. അശ്വിനാണ്. അശ്വിന് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഏത് സബ്ജക്റ്റാണ് മോൻ ഇവിടെ കിട്ടിയത്? ഇന്ത്യൻ എഡ്യൂക്കേഷൻ വിത്ത് ഇതിലാണ് അല്ലേ? ഏത് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്? ഏതാണ്? ലസയിലാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നാഫയുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങൾ ഇന്നലെ നാഫയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നാഫയുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇത് നമ്മുടെ മോള് സിംഗപ്പൂരിൽ സിറ്റിസൺ ആണ്. ഇവിടെയുള്ള മോളിവിടെ പഠിക്കുന്ന അല്ല, ഇവിടെ ഫ്രണ്ട്സാണ് ഇവര്. തീർച്ചയായിട്ടും ഇവരെ റിസീവ് ചെയ്യാനും എല്ലാം മോളുടെ ഒരു സപ്പോർട്ടും ഭയങ്കര കൂടുതലുണ്ടായിരുന്നു ഇവിടെ. മോളുടെ പേരെന്താ? ദേവയാണ്. ദേവനന്ദ അല്ലേ? ദേവൻ തന്നെയാണ്. ദേവ മോക്കേതാണ് ഇത് കിട്ടിയിട്ടുള്ളത്? ആർക്കിടെക്ചർ ആണ് അല്ലേ? ഓക്കെ, ഗ്രേറ്റ്. വിത്ത് സ്കോളർഷിപ്പ് തന്നെയാണ്. ഓക്കെ, ഗ്രേറ്റ്. മോക്കോ? ഇന്റീരിയർ ഡിസൈൻ ആണ്. നമ്മുടെ വിശാലാണ്. വിശാലിന് ആനിമേഷൻ അല്ലെ? വിശാലിന് ആനിമേഷൻ ആണ് വിത്ത് സ്കോളർഷിപ്പ്. നമ്മുടെ ഹേമന്തിനും ഏതാണ്? ആർക്കിടെക്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. മോനെ ഏതാണ് കിട്ടിയിട്ടുള്ളത്? ഇന്റീരിയർ ഡിസൈൻ ആണ്. എല്ലാവർക്കും സ്കോളർഷിപ്പ് ഉണ്ടല്ലോ. അനുഗ്രഹം എന്റെ സണ്ണാണ്. അവനും 50% സ്കോളർഷിപ്പ് സിംഗപ്പൂരിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ മോനെ ഏതാണ് സബ്ജക്ട് കിട്ടിയിട്ടുള്ളത്? ഇന്റീരിയർ ഡിസൈൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? മോനോ? ഇന്റീരിയർ ഡിസൈൻ ആണ്. ഈ പ്രാവശ്യം ഇതിനകത്ത് ആർട്സിന്റെ കൂടുതലാണ് കുട്ടികൾ ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഒരു വലിയ അവസരം തന്നെയാണ്. പല മാതാപിതാക്കൾക്കും പല പേരൻസിനും അറിയില്ല എങ്ങനെയാണ് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുക. ഗവൺമെന്റ് കോളേജിന്റെ ഓപ്പർച്യൂണിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് പാർട്ട് ടൈം ലീഗലായിട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതിനുശേഷം ഇവർക്ക് ജോലി എസ്പാസും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് PR-ലേക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബ്രീഫ് ചെയ്യാം, എങ്ങനെയായിരുന്നു എയർപോർട്ടിൽ വന്നതിന് ശേഷമുള്ള യാത്രയെ കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യാമോ? അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ കോണ്ടാക്ട് ഉണ്ടായിരുന്നത് അശ്വിനായിട്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടി. പിന്നെ അവിടെ നിന്ന് എല്ലാവരും നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇവിടെ എത്തിയ ശേഷം എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. നമുക്ക് എന്താ പറയുക, നമുക്ക് ഫീൽ ചെയ്യുന്നവർ നമ്മുടെ ഒരു ബ്രദേഴ്സിൻ്റെ പോലെ ഫീൽ ചെയ്യും. അങ്ങനെ രീതിയിലുള്ള നമുക്ക് സപ്പോർട്ട് നമുക്ക് എല്ലാ കാര്യം ചെയ്യാറുണ്ടായിരുന്നു. ഇവിടെ എത്തിയതിന് ശേഷമാണെങ്കിലും ഒന്നിനൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് കറക്റ്റായിട്ടുള്ള എല്ലാ ഗൈഡ് ലൈൻസും കാര്യങ്ങളെല്ലാം തരുന്നുണ്ട്. ഇനിയിപ്പോൾ കോളേജ് ഇപ്പോൾ ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എല്ലാ സപ്പോർട്ടും ഇവിടെ നിന്ന് ചെയ്തു തന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ വന്ന് കഷ്ടപ്പെട്ടുള്ള കുറേ കുട്ടികളൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്കങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, താങ്ക് യു മോനെ. അതുപോലെ തന്നെ ഇന്ന് നിങ്ങളിവിടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് അറിഞ്ഞു. ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളെല്ലാം ഓക്കെ ആയല്ലോ അല്ലേ? ബാങ്ക് അക്കൗണ്ട് ഓക്കെ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പിന്നെ അതുപോലെ അടുത്ത തിങ്കളാഴ്ച തൊട്ട് പാർട്ട് ടൈം പോലും ചെയ്യാൻ പോവാൻ ചെയ്തു തരുവാണ്. ശരിയാക്കി തന്നിരിക്കുക. ഓക്കെ, താങ്ക് യു. അനുഗ്രഹം എന്തെങ്കിലും പറയാനുണ്ടാവോ? പറയാം. എനിക്ക് പറയാനുള്ള